ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? നോർമലി ഒരു ബിസിനസ് ഒരു ട്രാൻസാക്ഷൻ നടന്ന് നമ്മൾ ആദ്യം ജേർണൽ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ സബ്സിഡി ബുക്ക് അല്ലേ. അത് കഴിഞ്ഞാലോ ലെഡ്ജർ കഴിഞ്ഞാലോ ട്രയൽ ബാലൻസ് കഴിഞ്ഞാലോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അത് കഴിഞ്ഞാലോ ബാലൻസ്. ഇതാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് വെച്ചാൽ ഇതാണ് നോർമലി ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ബിസിനസ്സിൽ നടക്കുക. ഓക്കെ, ജേണൽ എന്ന് വെച്ചാൽ ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻ ഇനീഷ്യൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ജേണൽ, അല്ലെങ്കിൽ നമ്മൾ സബ്സിഡി ബുക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ലെഡ്ജർ ചെയ്യും. ആ ഓരോ അക്കൗണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് സെപ്പറേറ്റ് അതിൻ്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ വരയ്ക്കും. അതിൻ്റെ നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കും. ഓക്കെ, ട്രയൽ ബാലൻസ് ആണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ട്രയൽ ബാലൻസ് ആണ്. പക്ഷേ നമ്മളിവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ഒരു പർപ്പസ് എന്താണ്? കാരണം ബിസിനസ്സിൻ്റെ ലാഭനഷ്ടം കാണാൻ വേണ്ടി, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റോ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ടാക്കുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് മാത്രം ഉണ്ടാക്കിയാൽ പോരാ. കാരണം ഇവിടെ പി ആൻഡ് എൽ ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം, പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഏത് അക്കൗണ്ടാണ്? പി ആൻഡ്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്തുണ്ടാക്കാൻ പാടുള്ളൂ? ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ക്ലിയർ? ഇത് പാർട്ട്ണർഷിപ്പിൽ വരുന്ന ഒരു എക്സസ് അക്കൗണ്ടാണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പിൽ മാത്രം. അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും പാർട്ട്നേഴ്സിന്, അതിന് വേണ്ടി കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ. അപ്രോപ്രിയേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയൂലേ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ്. കാരണം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കൊടുക്കലൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്തത് കൊണ്ടാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലാണ്. പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കുന്നത്, പാർട്ട്നേഴ്സ് റിലേറ്റ് വരുന്ന എല്ലാ കാര്യങ്ങളും, പാർട്ട്നേഴ്സ് റിലേറ്റ് വരുന്ന എക്സ്പെൻസ് ഇൻകം ഒക്കെ നമ്മൾ എന്താ ചെയ്യുക? പി ആൻഡ് എൽ അപ്രോപ്രിയേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കാണിക്കുക. അതൊന്നും നമ്മൾ എവിടെ കാണിക്കില്ല? ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് കാണിക്കില്ല. ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും മാത്രം, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ഇൻകം മാത്രം നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെയാണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ടിൽ കിട്ടുന്നത് ശരിക്കുള്ള പ്രോഫിറ്റ്, അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണോ നമ്മൾ പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? അല്ല. അവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല? റെക്കോർഡ് ചെയ്യില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമ്മൾ പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? അല്ല. ആ കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഏത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്? ആ പാർട്ട്നേഴ്സ് റിലേറ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് അക്കൗണ്ട് ഉണ്ടാക്കുക? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് കഴിഞ്ഞതിന് ശേഷം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവിടെ കിട്ടുന്ന പ്രോഫിറ്റാണ് പാർട്ട്നേഴ്സിന് അവസാനം എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒരു എക്സ്റ്റൻഷൻ പാർട്ടാണല്ലോ പി ആൻഡ് എൽ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണല്ലോ നമ്മൾ അവിടെ ബ്രോ ഡൗൺ ചെയ്യുക. ഇനി ആ പ്രോഫിറ്റ് എന്നാണല്ലോ ബാക്കിയുള്ള എക്സ്പെൻസ് ഇൻകം വെച്ച് നമ്മൾ ഫിൽട്ടർ ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് കാണാം. ഇനി പി ആൻഡ് എൽ അക്കൗണ്ട് എക്സ്റ്റൻഷൻ ആണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ, അവിടെ നിന്ന് പാർട്ട്നേഴ്സ് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ഇൻകം ഒക്കെ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവിടെ കിട്ടുന്ന അവസാനം കിട്ടുന്ന പ്രോഫിറ്റ് ആണ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എങ്ങനെ വരും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് വരയ്ക്കുന്നത് ഇത് വ്യത്യാസമായിട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ട്രേഡിംഗ് ആൻഡ് പെൽ അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ. ആദ്യം അവിടെ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ത് ചെയ്യുക? ബ്രോ ഡൗൺ ചെയ്യുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യുക? കാണിക്കുക. ക്രെഡിറ്റ് സെൽ ഇൻകം ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർട്ട്നേഴ്സ് ബിസിനസ് വരുന്നതാണ് ഇൻകം. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ്, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇനിയിപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുക. പാർട്ട്നേഴ്സിന് സാലറി ഉണ്ടെങ്കിൽ സാലറി കൊടുക്കുക. ചില ബിസിനസ് എന്ത് ചെയ്യും? റിസർവിലേക്ക് മാറ്റി വെക്കും. ജനറൽസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ, അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ആണ് മാറ്റി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവസാനം റിസർവിലേക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യും? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവസാനം ഈ വരുന്നതിൻ്റെ എൻട്രി എന്താ? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ കണക്റ്റഡ് ടു ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമാറ്റിൽ ഇത് ജസ്റ്റ് പി ആൻഡ് എൽ അക്കൗണ്ട് അല്ല, ഇത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ. കാരണം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട്, അല്ലാണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട് എന്നല്ല കേട്ടോ. അതേപോലെ ഇവിടെ ലോസും പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് നോക്കി ഇവിടെ കാണിക്കുന്നതൊക്കെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ക്ലിയർ ആണെന്നുണ്ട് എല്ലാവർക്കും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് അക്കൗണ്ട് വരിക? പക്ഷേ ഈ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ചോദിക്കും, സാർ പി ആൻഡ് എൽ അക്കൗണ്ട് ചെയ്തുകൂടെ? പി ആൻഡ് എൽ അക്കൗണ്ട് ചെയ്യുക. പക്ഷേ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ബിസിനസ് പരമായിട്ട് വരുന്ന എക്സ്പെൻസ് ഇൻകം, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ വരുന്ന എക്സ്പെൻസ് ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ പ്രസൻറ്റ് ചെയ്യുക. അല്ലാണ്ട് അത് കാരണം ഇവിടെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ പ്രസൻറ്റ് ചെയ്ത് ഫൈനലി ആൻസർ നമുക്ക് അവിടെ കിട്ടും. പക്ഷേ നമുക്ക് പ്രോപ്പർ ബിസിനസ് ലാഭം എത്രയാണെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് എത്ര കിട്ടി നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ അതും ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ഇൻകം മാത്രം നമ്മൾ പി ആൻഡ് എൽ പ്രസൻറ്റ് ചെയ്യും. പാർട്ട്നേഴ്സ് റിലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ്.
ഓക്കെ, നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു 3 കേസസ് വരുന്നുണ്ട്. ഒരു തവണ എക്സാമിന് അവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്യാപിറ്റൽ റേഷ്യോൻ്റെ ഒരു ഇത്. ഓക്കെ, നമുക്കറിയാം ഈ ചാപ്റ്ററിന് അവർ എക്സാമിന് ഈ ചാപ്റ്റർ 1 എന്ന്, ഓക്കെ, അതായത് യൂണിറ്റ് 1 എന്ന് എക്സാമിന് ഒരു 4-5 തവണ അവർ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ജാനുവരി 25 അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലുസ്ട്രേഷൻ 5 അതേ ചോദ്യം പേരും എമൗണ്ട് മാറ്റിയിട്ടാണ് എക്സാമിന് ചോദിച്ചത്. പിന്നെ ഡിസംബർ 23 ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ടൈപ്പ് ചോദ്യമില്ല, ഇലിസ്ട്രേഷനോ പ്രാക്ടിക്കലോ ക്വസ്റ്റൻ അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ടോപ്പിക് വെച്ചിട്ടാണ് എക്സാം ചോദിച്ചിട്ടുള്ളത്. പിന്നെ ജൂൺ 23 ഇലിസ്ട്രേഷൻ 8 ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 21 ഡിഫറെൻറ്റ് ക്വസ്റ്റൻ ചോദിച്ചു. ഡിഫറെൻ്റ് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞ പോലെ. പിന്നെ ഒരു തിയറി പാർട്ട്, ഈ തിയറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റൂൾസ് ഇൻ ദി ആബ്സൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. അവർ എക്സാം ചോദിച്ചെന്ന് പറഞ്ഞല്ലേ, അത് ഈ പേജ് നമ്പറിനെ കൊടുത്ത് നമ്മൾ IC മെറ്റീരിയൽ, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിലെ പേജ് നമ്പറാണ്, പേജ് നമ്പർ 10, ചാപ്റ്റർ 10 11th പേജാണ്. ഓക്കെ, അപ്പം ഒരു 5 തവണ ഈ ഒരു എക്സാമിൽ ചോദിച്ചുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് അറിയുന്നത് ഈ എക്സാമിൽ ചോദിക്കുന്നത് വെച്ചിട്ടാണ്. ഈ ചാപ്റ്ററിന് ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള അപ്കമിങ് ചാപ്റ്റേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂണിറ്റ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ചെയ്യുമ്പോൾ ഇതൊന്നും അറിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകും. അവിടെ നിന്ന് എന്തായാലും ഈ നോളജ് നമ്മൾ ഗെയിൻ ചെയ്യണം. അതിനേക്കാളും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കറക്റ്റ് നോളജ് ഗെയിൻ ചെയ്ത് അവിടെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ല? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് കറണ്ട് അക്കൗണ്ട് അത് വേണ്ട, അത് ഓൾറെഡി ഈസിയാണ്. 3 and 4 പിന്നെ ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ 3 and 4 ഓക്കെ, സെയിം ഒരു കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അവരെന്താ പറയുന്നത്, A and B are പാർട്ട്ണർ, രണ്ടുപേരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ജാനുവരി 1 വിത്ത് എ ക്യാപിറ്റൽ ഓഫ് 30,000 and 20,000. ഓക്കെ, ഓക്കെ, അക്കോർഡിംഗ് ടു പാർട്ട്ണർഷിപ്പ് ഡേറ്റ് ബി അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡേറ്റ് ബിക്ക് എന്ത് 500 per month സാലറി ഉണ്ട്. ഇൻട്രസ്റ്റ് ടു ബി അലൗഡ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ 6%. ഓക്കെ, അതും ഡീറ്റെയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിമൈനിങ് പ്രോഫിറ്റ് ആർ ടു ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദി പാർട്ട്നേഴ്സ് ഇൻ ദി റേഷ്യോ 5:3. അപ്പോൾ അവർ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ 5:3 ആണ്. ഡ്യൂറിംഗ് ദി 2020 ഫേം ഏൺഡ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ സാലറി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ റെമ്യൂണറേഷൻ നമ്മൾ P&L അപ്രോപ്രിയേഷൻ കാണിക്കുന്ന പോലെ അതിനൊക്കെ മുമ്പ്, അതായത് P&L അക്കൗണ്ടിൽ കിട്ടിയ പ്രോഫിറ്റ് ഒന്നുകൂടി വായിക്കി. ഡ്യൂറിംഗ് ദി 2020 ഫേം ഏൺഡ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് സാലറി ടു ബി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഈ 25,000 ഇവിടെ നിന്ന് കിട്ടിയത് P&L അക്കൗണ്ടിൽ നിന്ന് കിട്ടിയത്. P&L അക്കൗണ്ട് പ്രോഫിറ്റ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണോ? അല്ല, P&L അപ്രോപ്രിയേഷൻ അവിടെ നിന്നാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഡ്യൂറിംഗ് ദി ഇയർ A വിഡ്രൂ 8,000, B വിഡ്രൂ 10,000 ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സും ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചൊന്നും പറയുന്നുണ്ടോ? ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചൊന്നും. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബേസിക്കലി മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റൻ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ബേസിക്കലി ഇത് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു നെറ്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടില്ലേ, എത്രയാ, 25,000. ഓക്കെ, പിന്നെ ചോദ്യത്തിൽ എന്താ അവർ പറയുന്നത്, 30 ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ വരുമോ? ഇല്ലല്ലോ. ഓക്കെ, എക്ക് എന്ത് സാലറി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ല ബിക്ക് സാലറി കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സാലറി എത്രയാ, 500 × 12 എത്ര വരും, 6,000 അല്ലേ. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റ് 6,000, 25,000 പ്രോഫിറ്റ് ബിക്കാണ് ആദ്യം സാലറി കൊടുത്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഓപ്പണിംഗ് ക്യാപിറ്റൽ 6%. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൊടുക്കേണ്ട, പ്രോഫിറ്റ് നല്ല കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്കും ബിക്കും എത്രയാ, 6% എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എൻ്റെ ക്യാപിറ്റൽ എത്രയാ, 30,000. 30,000ൻ്റെ 6% എന്ന് പറഞ്ഞാൽ 1,800ഉം 1,200ഉം. 1,800 എക്കും 1,200 ബിക്കും ടോട്ടലോ 3,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരിക. ഓക്കെ, വേറെ എന്തെങ്കിലും P&L അപ്രോപ്രിയേഷൻ വരുമോ? റിമൈനിങ് പ്രോഫിറ്റ് 5:3 കൊടുക്കണം. ഓക്കെ, വേറൊന്നുമില്ല. ഡ്രോയിങ്സ് വരുമോ? ഡ്രോയിങ്സ് എക്സ്പെൻസ് ആണോ? അല്ല. ഡ്രോയിങ്സ് ആണോ? അല്ല, ഡ്രോയിങ്സ് വരില്ല. പക്ഷേ എന്ത് വരുമായിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുമായിരുന്നു. പക്ഷേ ഈ ചോദ്യത്തിൽ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് എ സൈഡ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 25,000. അപ്പോൾ ഡിഫറൻസ് എത്ര വരാം, 16,000 വരാം. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് സൈഡ് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ടു ക്യാപിറ്റൽ ആർക്കൊക്കെയാ, എക്കും ബിക്കും ഏത് റേഷ്യോ അല്ല, 5:3. അപ്പോൾ 5:3 നമുക്ക് എന്ത് ചെയ്യാം, 16,000 സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 10,000 6,000 ഇതാണ്
പ്രോഫിറ്റ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് തന്നു, എക്കും ബിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരിക. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ല ഡ്രോയിങ്സ് വന്നേനെ, ഇനി ബി ഉണ്ടായിരുന്നെങ്കിൽ ക്ലിയർ അതൊക്കെ വന്നേനെ ക്ലിയർ. അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ആ 25,000 പ്രോഫിറ്റ് എങ്കിൽ നമ്മൾ ഡയറക്റ്റ് 5:3 കൊടുത്തതാണോ? അല്ല, അതിന് മുമ്പ് നമ്മൾ സാലറി പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, പാർട്ട്നേഴ്സ് കിട്ടാനുള്ളതൊക്കെ കിട്ടും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവസാനം ബാലൻസ് വരുന്ന എമൗണ്ടാണ് പ്രോഫിറ്റായി നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇലിസ്ട്രേഷൻ 4. അവരെന്ത് വരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? സെയിം ചോദ്യമാണ്, നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാവും. A-B-10 വിഡ്രോ ഇത് പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ വരക്കുന്നുണ്ട്. ഫിക്സ് പറഞ്ഞാൽ 2 അക്കൗണ്ട് വരക്കണമായിരുന്നു അല്ലേ, കാരണം ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുമ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ 2 ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കണ്ട, ഒരു അക്കൗണ്ടിൽ തന്നെ 2 എമൗണ്ടുകൾ ഇട്ട് ചെയ്താൽ മതി കേട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ആദ്യം എന്താ വരും, അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തല്ലേ, അതുകൊണ്ട് ഞാൻ ബൈ ക്യാഷ് ചെയ്ത്, ഇല്ലെങ്കിൽ ബ്രോ ഡൗൺ ചെയ്തായിരുന്നു. സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുന്നത് 30,000, 20,000. പിന്നെന്താ ക്വസ്റ്റനിൽ പറയുന്നുള്ളത്? ബിക്ക് സാലറി, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇതൊക്കെ നമ്മൾ ബിസിനസ് ക്യാഷ് ആയിട്ട് പേ ചെയ്തോ? ഇതൊക്കെ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്തോ പാർട്ട്നേഴ്സിന്? ഇല്ലല്ലോ, ഒക്കെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ബൈ സാലറി വരൂലേ? ക്യാഷ് ആയിട്ട് കൊടുത്ത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പാർട്ട്നേഴ്സിന് കൊടുക്കുള്ള ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അല്ല, സാലറി ആർക്ക് മാത്രം? ബിക്ക് മാത്രം. എത്രയാ? 6,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബിസിനസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നല്ലേ, പക്ഷേ ക്യാഷ് ആയിട്ടാണോ കൊടുക്കുക? അല്ല, ക്യാപിറ്റൽ അഡ്ജസ്റ്റ് അല്ലേ ചെയ്യുക? 1,800, 1,200 അല്ലേ? ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു, സാലറിയും കഴിഞ്ഞു, ഇൻട്രസ്റ്റും കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പ്രോഫിറ്റ് 5:3. പിന്നെ ഇവിടെ ഡ്രോയിങ്സ് പറയുന്നുണ്ട്. ഡ്രോയിങ്സ് എവിടെ വരും? ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡ് വരൂലേ? നമ്മൾ നേരത്തെ ഫോർമാറ്റ് പഠിച്ച ഓർമ്മയില്ലേ? ടു ഡ്രോയിങ്സ് ക്യാപിറ്റൽ കുറയല്ലേ ചെയ്യുക. എത്ര ഡ്രോയിങ്സ്? 8,000, 10,000. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സും കഴിഞ്ഞു. പിന്നെ എന്താ നെക്സ്റ്റ് വരിക? പിന്നെ പ്രോഫിറ്റിൽ കിട്ടിയതാ ഇവിടെ ഈ ചോദ്യത്തിന് കണ്ടിന്യൂഷൻ അല്ലേ? എന്താ ഇതിൻ്റെ എൻട്രി? പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ക്യാപിറ്റൽ എന്നല്ലേ. അപ്പോൾ എന്താ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റിംഗ് വരിക? ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. എത്രയാ? 10,000, 6,000. ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. എത്ര ഇവിടെ വരിക? 41,800. ഇവിടെയോ 20, 26, 32, 33,200. 20, 26, 32, 33,200. അപ്പോൾ ടു ബാലൻസ് ക്യാരിഡ് ഓൺ എത്ര വരും? 33,800. 23,200. ഇങ്ങനെയാണ് ബാലൻസ് വരും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഇങ്ങനെയാണ് വരാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതും ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. ഒരു ചോദ്യം ഞാൻ ഈസി ക്വസ്റ്റൻ ഞാൻ സോൾവ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അഡ്മിഷൻ കിട്ടാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. ഇതിൽ കുറേ ക്വസ്റ്റൻസ് ഉണ്ട്, ഇലിസ്ട്രേഷൻ പല ക്വസ്റ്റൻസും ഉണ്ട്. നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ സെഷൻ എന്ത് ചെയ്ത് സോൾവ് ചെയ്യും കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പം ഇത് ക്ലിയർ. അപ്പോൾ എങ്ങനെയാണ് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കുക? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത്ര കാര്യം. അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ നോളജ് മനസ്സിലായി. ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ഓരോ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പറഞ്ഞു, പ്രോഫിറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യുക. കാരണം ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പറഞ്ഞ അഡ്മിഷൻ റിട്ടേൺ ഡെത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ക്വസ്റ്റൻസ് ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. ക്വസ്റ്റൻ സോൾവ് ചെയ്തിട്ടാണ് കൂടുതൽ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, അപ്പം ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളെ പാർട്ട് 1 എന്തായിരുന്നു ഇൻട്രഡക്ഷൻ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? ഗുഡ് വില്ലാണ്.